കിട്ടിയ മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ് പോകുന്നത്. മലയാള സിനിമയിൽ 225 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് ആദായ നികുതി വകുപ്പ് കണ്ടെത്തി. പ്രമുഖ താരങ്ങൾ ആദായ വകുപ്പ് നിരീക്ഷണത്തിലാണ്. പരിശോധന തുടരുമെന്ന് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ഇപ്പോൾ അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും അൻസില, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയാള സിനിമയിൽ 225 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടത്തിയെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തുമ്പോഴും 2022 ഡിസംബർ 15 മുതലാണ് ഈ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് താരങ്ങളുടെ വീട്ടിൽ നിന്നടക്കം നിർണായക വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് ലഭിച്ചത്. ചലച്ചിത്ര താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂർ, ലിസൺ സ്റ്റീഫൻ എന്നിവരെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തു. ഇവരുടെ നിർമ്മാണ കമ്പനികളെ പറ്റിയും ചോദ്യം ചെയ്യൽ ആദായ നികുതി വകുപ്പ് നടത്തിക്കഴിഞ്ഞു. ഇവർ നിർമ്മിക്കുന്ന സിനിമയുടെ, അതായത് ഈ മലയാള സിനിമയിലെ പ്രമുഖ നിർമ്മാതാക്കൾ നിർമ്മിക്കുന്ന സിനിമയുടെ നിക്ഷേപം, വിദേശത്ത് നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ലാഭവിഹിതം അവിടെയാണ് നിക്ഷേപിക്കുന്നത്. ഇത് ആദായ നികുതി നികുതി വെട്ടിപ്പിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വിദേശത്തിൽ ദുബായ് ആസ്ഥാനമായുള്ള സ്ഥലങ്ങളിലെ ബാങ്കുകളിലൊക്കെ നിക്ഷേപം നടത്തിയെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇവർ നിർമ്മിക്കുന്ന സിനിമയുടെ ഓവർസീസ് വിതരണത്തിന്റെ അവകാശത്തിന്റെ മറവിലാണ് ഈ കള്ളപ്പണ ഇടപാട് നടത്തിയത് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇതിൻ്റെ എല്ലാം വ്യക്തമായ തെളിവുകൾ ആദായ നികുതി വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. ഈ നിർമ്മാതാക്കളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ പൂർണ്ണമായും പരിശോധിക്കുന്നു. ഈ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതിലൂടെ നിർണായകമായ വിവരങ്ങളാണ് ആദായ നികുതി വകുപ്പിന് ലഭിക്കുന്നത്. അതായത് മലയാള സിനിമയിലെ യുവ നിർമ്മാതാവിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് മറ്റ് താരങ്ങളിലേക്കും നിർമ്മാതാക്കളിലേക്കും ഈ ആദായ നികുതി വകുപ്പിലെ റെയ്ഡ് നടന്നത്. എന്തായാലും ഈ വരും ദിവസങ്ങളിലും ആദായ നികുതി വകുപ്പ് പല താരങ്ങളുടെയും വീടുകളിൽ റെയ്ഡ് നടത്തുമെന്ന് അറിയാൻ കഴിയുന്ന ഇന്നലെ നടൻ മോഹൻലാലിന്റെ വീട്ടിൽ, അതായത് കൊച്ചിയിലെ മലയിലുള്ള അദ്ദേഹത്തിന്റെ പുതിയ ഫ്ളാറ്റിൽ വെച്ചാണ് ആദായ നികുതി വകുപ്പ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ഒറീസയിലുണ്ടായിരുന്ന അദ്ദേഹത്തെ ഇന്നലെയാണ് വിളിച്ചു വരുത്തി ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്തത്. ഏതായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ലഹരി ഇടപാടിന് ശേഷം ഇതാ മറ്റൊരു വിവാദങ്ങളിലേക്ക് മലയാള സിനിമ കടന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ കഴിയേണ്ടത്. ആൻസില, അജി, ഇത്തരത്തിലുള്ള ഒരു കള്ളപ്പണ ഇടപാട് ആദായ നികുതി വകുപ്പ് കണ്ടെത്താനുള്ള കാരണം എങ്ങനെയാണ്? എത്തരത്തിലാണ് ഇത്തരത്തിലുള്ള ഇതിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? ആൻസില, 2022 ഡിസംബർ 15 തീയതി ഒരു പ്രമുഖ നിർമ്മാതാവിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി. അത് റെയ്ഡ് നടത്താനുള്ള കാരണം ഈ നിർമ്മാതാക്കൾ അവരുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയയിൽ വഴി പറഞ്ഞു തങ്ങളുടെ ചിത്രങ്ങൾ 50 കോടി കഴിഞ്ഞു, 100 കോടി കഴിഞ്ഞു എന്നൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഈ പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചാണ് ആദായ നികുതി വകുപ്പ് അന്വേഷണം ആരംഭിച്ചത്. അങ്ങനെ 2022 ഡിസംബർ 15 മുതൽ ഈ പ്രമുഖ നിർമ്മാതാവിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ സഹനിർമ്മാതാവായ പ്രമുഖ ചലച്ചിത്ര താരത്തിൻ്റെ ഫ്ളാറ്റിലും അദ്ദേഹത്തിൻ്റെ വീടിലും ഈ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി. ഈ റെയ്ഡിലൂടെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള മറ്റൊരു കേസാണ്. ആന്റണി പെരുമ്പാവൂരിൻ്റെ നിർമ്മാണ കമ്പനി നിർമ്മിക്കുന്ന ചിത്രങ്ങളുടെ ലാഭവിഹിതത്തിൻ്റെ ഇത്ര ശതമാനം മോഹൻലാലിന് നൽകുന്നുണ്ട് എന്ന് വ്യക്തമായ തെളിവുകൾ ആദായ നികുതി വകുപ്പിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആന്റണി ഫിലിം, ആശീർവാദ് ഫിലിം പ്രൊഡക്ഷനിൽ ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തം മറ്റാർക്കെങ്കിലും ഉണ്ടോ, നികുതി വെട്ടിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുകയാണ്. ആൻസില, വ്യക്തമാണ് അജി. മലയാള സിനിമയിൽ 225 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുകയാണ്. പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. പരിശോധന തുടരുമെന്ന് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അജി കുഞ്ഞുമോനാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയത്.